ബി.ജെ.പിയോടുള്ള സി.പി.എമ്മിൻ്റെ തൊട്ടുകൂടായ്മയാണ് ഇ.പി. ജയരാജന് വിനയായതെന്ന് അരിയാഹാരം കഴിക്കുന്നവരാരും കേരളത്തിൽ വിശ്വസിക്കില്ല. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഇ.പി. സ്ഥിരീകരിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയായെന്നും കൺവീനർ സ്ഥാനത്ത് തുടരാൻ ഇ.പി.ക്ക് പരിമിതിയുണ്ടെന്നുമാണ് സി.പി.എം പാർട്ടി കേന്ദ്രങ്ങളുടെ വാദം. പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയരാകുന്നവരെ സാധാരണ തരം താഴ്ത്തുകയാണ് പതിവ്. ഇ.പി.യുടെ കാര്യത്തിൽ അങ്ങനെ അല്ല നടന്നിരിക്കുന്നത്. ബി.ജെ.പി. ബന്ധത്തിൻ്റെ പേരിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം വഹിക്കാൻ അയോഗ്യതയുള്ളയാൾ എങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞാൽ സി.പി.എമ്മിൻ്റെ പരമോന്നത സമിതിയായ കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നത്? അക്കാര്യത്തിലാണ് സി.പി.എമ്മിൻ്റെ ന്യായവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടപ്പെടുന്നത്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അത്ര വലിയ പ്രശ്നമൊന്നുമല്ലെന്നും താനും ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇ.പി. പുറത്തായതെന്ന് കരുതാനും ആവില്ല. ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇ.പി. പാർട്ടിക്ക് അനുഭവിതനാകാൻ കാരണമായിരിക്കുന്നത്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും സി.പി.എം നേതാവ് ഇ.പി. ജയരാജനെ നീക്കിയതിന് പിന്നിൽ പാർട്ടി പറയുന്നതൊന്നുമല്ല യഥാർത്ഥ കാരണം. ഇ.പി. ജയരാജൻ കൺവീനർ സ്ഥാനം ഒഴിയുന്നതിനാൽ ടി.പി. രാമകൃഷ്ണൻ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നുവെന്ന് മാത്രമാണ് സി.പി.എം പറയുന്നത്. സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനം സംസ്ഥാന സമിതി അംഗീകരിക്കുകയായിരുന്നു എന്നും പാർട്ടി കേന്ദ്രങ്ങൾ ഇതേപ്പറ്റി പറയുന്നു. സെക്രട്ടേറിയറ്റിലെ ചർച്ചയ്ക്കിടെ താൻ രാഷ്ട്രീയം വിടാൻ പോവുകയാണെന്ന് പറഞ്ഞ ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലെ സ്വന്തം വീട്ടിലേക്ക് പെട്ടിയും എടുത്ത് മടങ്ങുകയായിരുന്നു. കൺവീനർ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും സി.പി.എം കേന്ദ്ര കമ്മിറ്റിയിൽ ജയരാജൻ തുടരുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.ഇ. ഗോവിന്ദൻ പിന്നീട് പറയുന്നത്. ഇതിലാണ് പൊരുത്തക്കേടുകൾ മുഴച്ചു നിൽക്കുന്നത്. കണ്ണൂരിലെ ജയരാജ ത്രയങ്ങളിലൊരാളായ ഇ.പി. എക്കാലത്തും പിണറായി വിജയൻ്റെ വിശ്വസ്തനാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നതും. പിണറായിയും വി എസ് അച്യുതാനന്ദനും തമ്മിലെ വിഭാഗീയത കൊടുമ്പിരി കൊണ്ട കാലത്ത് പിണറായിയുടെ സ്റ്റീം റോളെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളാണ് ഇ.പി. വി എസ് പക്ഷത്തെ നേതാക്കളെ വശത്താക്കി ജില്ലകൾ പിടിച്ചെടുക്കാൻ പിണറായി മുന്നിൽ നിർത്തി ഉപയോഗപ്പെടുത്തിയതും അക്കാലത്ത് ഇ.പി. ജയരാജൻ ആയിരുന്നു. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ഇ.പി. മന്ത്രിയായി. എന്നാൽ ബന്ധു നിയമത്തിൻ്റെ പേരിൽ അപ്രതീക്ഷിതമായി പുറത്തേക്ക് പോകേണ്ടി വന്നു. വീണ്ടും മന്ത്രിസഭയിലെത്താൻ ഇ.പി. കരുനീക്കങ്ങൾ നടത്തിയെങ്കിലും പിണറായിക്ക് അധികാര തുടർച്ച ലഭിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ.പിക്ക് ബോധപൂർവം പിണറായി സീറ്റ് നൽകാതിരിക്കുകയായിരുന്നു. ഇത് പിണറായി എടുത്ത തീരുമാനം തന്നെയായിരുന്നു. കോടിയേരിയുടെ മരണത്തെ തുടർന്ന് എം.വി. ഗോവിന്ദൻ സി.പി.എം സംസ്ഥാന സെക്രട്ടറി ആയത് പലപ്പോഴും ഇ.പിയുടെ വഴിമുടക്കി. പിണറായി ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് വരെ പരസ്യ പ്രസ്താവന നടത്തിയിട്ടും സി.പി.എമ്മിലെ വല്യേട്ടൻ ഇ.പിക്ക് മുന്നിൽ മാത്രം കണ്ണു തുറന്നില്ല. അതിനാലാണ് ഇ.പി. വിഷയത്തിൽ വല്യേട്ടൻ തനതായ കാരണങ്ങൾ ഉണ്ടെന്ന് പറയേണ്ടി വരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന ഇ.പി. ജയരാജനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൊണ്ടാണ് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നതെന്ന് പറയാനും കഴിയില്ല. എന്തെന്നാൽ പാർട്ടിയിൽ ഇ.പി. മാത്രമല്ല ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നത്. ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ഉള്ളവർക്കെതിരെ ഇത്തരം ആരോപണങ്ങളുണ്ട്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഗുണഭോക്താക്കളാണ് പലരും എന്നതാണ് എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ പിന്നെ ഇ.പി. മാത്രം കുറ്റക്കാരനും മറ്റുള്ളവർ പുണ്യവാളന്മാരുമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ പ്രശ്നം മറ്റു ചിലതാണെന്നതാണ് വ്യക്തമാകുന്നത്. പിണറായി വിഗ്രഹ ആരാധനയിലാണ് ഇ.പി. നിലം പൊത്തിയിരിക്കുന്നത്. പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് സി.പി.എമ്മിൽ നടക്കുന്ന അധികാര വടംവലികളിൽ ഇ.പി. കാലിടറി എന്ന് തന്നെയാണ് പറയേണ്ടത്. പിണറായിക്ക് പുറത്ത് പറയാനാവാത്ത കാരണങ്ങൾ ഇ.പി. പിണറായിക്ക് അനഭിമതനായി അവസാന ഘട്ടത്തിലെത്തിയ ആത്മകഥയിൽ ഇതെല്ലാം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് ഇ.പി. പ്രതികരിച്ചിട്ടുള്ളത് തീർച്ചയായും വെറുതെ ആവില്ല. എം.വി. രാഘവൻ്റെയും കെ.ആർ. ഗൗരിയമ്മയുടെയും ഒക്കെ പാതയിലേക്ക് ഇ.പി. ജയരാജനുമെന്നാണ് ഇവിടെ വിശ്വസിക്കേണ്ടി വരുന്നത്. സി.പി.എമ്മിൻ്റെ കണ്ണൂർ ലോബിയുടെ കടിഞ്ഞാൺ പതിറ്റാണ്ടുകൾ പിടിച്ചിരുന്ന ഇ.പിക്ക് പലതും തുറന്നു പറയുവാനുണ്ട്. അത് കോളിളക്കമുണ്ടാക്കുന്നതും ആയിരിക്കും. ഇപ്പോൾ പാർട്ടിക്ക് പുറത്തേക്കുള്ള ഇ.പിയുടെ പോക്ക് സി.പി.എമ്മിലെ അധികാര വടംവലിയുടെ ഭാഗമാണെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം. സി.പി.എം പാർട്ടിയിൽ ഇനി എത്ര കാലം ഇ.പി. ജയരാജൻ പിടിച്ചു നിൽക്കും? അതിജീവനത്തിൻ്റെ അവസാന നെല്ലിപ്പലക പോലും ഒതുക്കി തച്ചുടയ്ക്കപ്പെടുമ്പോൾ, രാഷ്ട്രീയമായി ഇ.പിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങൾ തുറന്നു കിടക്കുമ്പോൾ ഇനിയും ഇ.പി. എന്തിനു മുഖം തിരിക്കണം? ഇ.പി. എന്തിനത് കണ്ടില്ലെന്നടിക്കണം? അതെ, എം.വി. രാഘവനെയും കെ.ആർ. ഗൗരിയമ്മയെയും പോലെ ഇ.പിയും പടിഞ്ഞ് ഇറങ്ങുകയാണ്.